വൈഗോട്സ്കിയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യോ കൾച്ചറൽ ലേണിംഗ് ഒരു ലേണിംഗ് തിയറിയാണ്. ഇതിൽ പറയുന്നത് അക്കോർഡിംഗ് ടു വൈഗോട്സ്കി ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെ ലേണിംഗ് സോഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നു, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈഗോട്സ്കി സോഷ്യോ കൾച്ചറൽ തിയറി വ്യൂസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആസ് എ സോഷ്യലി മീഡിയേറ്റഡ് പ്രോസസ്സ്. വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഒരു സോഷ്യലി മീഡിയേറ്റഡ് പ്രോസസ്സിലൂടെയാണ്. സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെയും സോഷ്യൽ അക്കൗണ്ടബിലിറ്റിയിലൂടെയൊക്കെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, കൾച്ചറൽ വാല്യൂസിന് അഡോപ്റ്റ് ചെയ്യുന്നു, അതുപോലെ ബിലീഫ്സ്, എങ്ങനെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റിലൂടെയാണ് കുട്ടി ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ആരുടെ കൂടെയാണ്? വിത്ത് മോർ നോളേജബിൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള നമ്മളെക്കാളും നോളേജ് കൂടിയ ആളുകളുമായിട്ട് കൊളാബറേഷനിലൂടെ ഇത്തരം വാല്യൂസിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു കുട്ടി ലേണിംഗ് അഡോപ്റ്റ് ചെയ്യുന്നതെന്നാണ് വൈഗോട്സ്കിയുടെ വ്യൂ. ഇനി നമുക്കതിൽ വരുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംഫസിസ് ഓൺ കൾച്ചർ, കൾച്ചറിനെ എംഫസൈസ് ചെയ്യുന്നു. എംഫസൈസ് ഓൺ സോഷ്യൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഒരാളുടെ ബുദ്ധി വികാസത്തിൽ ലാംഗ്വേജിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു വൈഗോട്സ്കി ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കൾച്ചർ, സോഷ്യൽ ഫാക്ടേഴ്സ്, റോൾ ഓഫ് ലാംഗ്വേജ്. അടുത്തത് പറയുന്നത് ZPD എന്നുള്ള ഒരു ടേമാണ്. ZPD എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് റിലേറ്റ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് വിത്ത് ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫ്രം എ സ്കിൽഡ് ഓർ നോളജബിൾ പാർട്ട്ണർ. അതൊരു സ്പേസാണ്. ഒരു കുട്ടിക്ക് എത്രത്തോളം സ്വന്തമായി അച്ചീവ് ചെയ്യാൻ പറ്റും. വാട്ട് എ ചൈൽഡ് ക്യാൻ ലേൺ ഇൻഡിപെൻഡൻ്റ്ലി, ഒരു കുട്ടിക്ക് സ്വന്തമായി പഠനത്തിലെത്താൻ കഴിയുന്ന ലെവലും മറ്റുള്ളവരുടെ ഗൈഡൻസും സഹായത്തോടും കൂടിയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന മാക്സിമം ലെവലിൽ എത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മോർ നോളേജബിൾ അതേഴ്സ്, നമ്മളെക്കാളും നോളേജ് കൂടിയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് മാക്സിമം ലെവലിൽ എത്താൻ പറ്റും. ആസ് എ റിസൾട്ട് ഓഫ് ഷെയർഡ് ഡയലോഗ്സ് വിത്ത് മോർ നോളേജബിൾ അതേഴ്സ്, നമ്മളെക്കാളും നോളേജ് കൂടിയിട്ടുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് തരുന്നു, അതുപോലെ എൻകറേജ്മെൻറ്റ് തരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നു. ഈ ZPD എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് സ്വന്തമായി എത്താൻ കഴിയുന്ന ലെവലും മോർ നോളേജബിൾ അതേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എത്താൻ പറ്റുന്ന ലെവലിനെയും ഇടയിലുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. ZPDനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ നമുക്ക് നോക്കാം. ZPD ആൻഡ് സ്കെഫോൾഡിങ്. അതിനു മുന്നേ സ്കെഫോൾഡിങ് എന്താണെന്ന് പറയാം. സ്കെഫോൾഡിങ് റെഫേഴ്സ് ടു ദ ടെമ്പററി സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് പ്രൊവൈഡഡ് ബൈ എ ടീച്ചർ. സ്കെഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ ഒരു ടീച്ചറോ അല്ലെങ്കിൽ മോർ നോളജബിൾ അതേഴ്സോ കൊടുക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ടു ഹെൽപ്പ് എ സ്റ്റുഡൻറ്റ് ലേൺ എ ന്യൂ കോൺസെപ്റ്റ് ഓർ സ്കിൽ, ഒരു പുതിയ സ്കില്ലോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സ്കെഫോൾഡിങ്. ഫസ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽ ലേണിംഗ്, വാട്ട് ഐ ക്യാൻ ലേൺ വിത്ത് ഹെൽപ്പ്. ഫസ്റ്റ് പറയുന്നത് വാട്ട് ഐ ക്യാൻ ലേൺ ഓൺ മൈ ഓൺ, കുട്ടിക്ക് സ്വന്തമായി എന്ത് പഠിക്കാൻ പറ്റും. അടുത്തത് മോർ നോളജബിൾ അതേഴ്സ്, അതുപോലെ ടെക്നോളജി ആൻഡ് ടൂൾസ്, അത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു കുട്ടിക്ക് എന്ത് പഠിക്കാൻ പറ്റും. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസാണ് ZPD. ഇതിനപ്പുറത്തേക്കുള്ളത് ബിയോണ്ട് മൈ റീച്ച്. അപ്പോൾ ഇതാണ് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൾച്ചറൽ ലേണിംഗ് തിയറി. ഒരു കുട്ടി എങ്ങനെ സോഷ്യൽ ബിലീഫ്സിനെയും വാല്യൂസിനെയും എങ്ങനെ സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ അക്വയർ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ ലേണിംഗ് എങ്ങനെ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിലൂടെ നടക്കുന്നു, പിന്നെ ZPD എന്നുള്ള ടേം, സ്കെഫോൾഡിങ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്.